കേട്ടോ, ഒരു ചെറിയ ട്രിപ്പ്, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും കുറച്ച് പൈസ ഇല്ല, എങ്ങനെ അമൃത്സർ പോയരാന്ന് നോക്കിയാലോ. ബട്ടിന്റെ വരെ നമ്മൾ ഈ പയ്യെ കൊണ്ടുവന്നാക്കിയാന്ന് കേട്ടോ. ഗൈസ് നമ്മള് ട്രെയിന് എത്താനായി. എത്രയാണ്? 6:00 എത്തും. ഇപ്പൊ 5:30 ഇപ്പൊ 6:30 അവനായി. നമ്മൾ ഓടണം ഗൈസ്, ഓടണം. റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മള് ട്രെയിൻ കയറി മേലെ ഇരുന്നു. 6:00 തന്നെ ട്രെയിനാവും. 6:30 എടുക്കേണ്ട ട്രെയിൻ അപ്പോഴും എടുത്തിരിക്കാം. നമ്മള് വെറുതെ ഓടി വന്ന. ചപ്പാത്തി ഇഷ്ടമുള്ളവർ ചപ്പാത്തി തിന്നും, ഇഷ്ടമില്ലാത്ത ഇന്നെ പോലുള്ളവർ ഇങ്ങനെ അന്തം വിട്ടു. ജനറലിൽ കയറണവരെ ശ്രദ്ധയ്ക്ക് സൂസ് വയ്ക്കാണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് കയറാം, അല്ലെങ്കിൽ പോവാൻ പറ്റൂല, ഒന്നിനും പറ്റൂല. ഇവിടെ കയറി ഇരുന്ന പിന്നെ ഇവിടെ ഇറങ്ങാൻ പറ്റൂല. ചത്തിരിക്കണ ഞങ്ങളെ കണ്ടിട്ട് ട്രെയിനിലുള്ളവർ ഞങ്ങൾക്ക് ലേസൊക്കെ തന്നട്ടോ. സുഖമാണോ? ഭക്ഷണം കഴിച്ചോ? എവിടെ? ഇവര് ഞങ്ങക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയതാ, ഇവരും അങ്ങട്ടാ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാ. 7 മണിക്ക് എടുത്ത ട്രെയിൻ ഒരു 12 മണി 1 മണി ആവാൻ നേരത്ത് നമ്മൾ അമൃത്സർ എത്തിട്ടോ. ഇത് നമ്മൾ ബസ് വെയിറ്റ് ചെയ്യാം. അവിടുന്ന് ഫ്രീ ബസ് ഉണ്ട്, അതിലാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിൾക്ക് പോകണം കേട്ടോ. നമ്മള് ഗോൾഡൻ ടെമ്പിളിലെത്തി. ഇത്രയും നേരമായിട്ട് നമ്മള് 0 ബഡ്ജറ്റിലാട്ടോ അതത്. ഇനി വരുന്ന നമ്മള് ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തേക്ക് കയറൂല. അമ്പലം വൈകുന്നേരമല്ല, എപ്പോഴും തുറക്ക്, രാവിലെ പൊലിച്ചൊക്കെ തുറക്കുള്ളൂ, അപ്പൊ കയറുള്ളൂ. നമ്മളെ ചെരുപ്പും ബാഗൊക്കെ ഇവിടെ അയച്ചു വെച്ച് തലൊക്കെ മറിച്ചിട്ട് വേണ്ടോ കയറി പോകാൻ. മുടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുന്തം പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് കുത്ത് കിട്ടും. നമ്മൾ കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോണേ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ്. എനിക്കിതൊക്കെ കാണുമ്പോൾ എൻ്റെ ഹിസ്റ്ററിൻ്റെ സാറുണ്ട്, MF മുസ്തഫ സാറ് ക്ലാസ് റൂമിൽ ഞങ്ങളെല്ലാവരും ഇരുത്തിയാണ്ട് ഗോൾഡൻ ടെമ്പിളിനെ കുറിച്ചൊക്കെ പറഞ്ഞതാ ഓർമ്മ വരുന്നത്. ഇതുവരെ സീക്രട്ട് വാട്ടർ ആട്ടോ, നമ്മളെ സംസം വെള്ളമൊക്കെ പോലെ. ഈ ഗോൾഡൻ ടെമ്പിളിന് ചുറ്റുള്ള കുളമില്ലേ, അവിടുത്തെ വെള്ളമാണേ. ഇത് ഇവിടുത്തെ പ്രസാദമാണ്. ഈ പ്രസാദം കൊണ്ട് ഇവരെ ഗുരുനാനാക്കിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും വിഷ് ചോദിച്ചാൽ സാധിച്ചു തരും എന്നാ പറയുന്നത്. എല്ലാവരും താഴേന്ന് പെറുക്കുന്നുണ്ട്, അപ്പം നമ്മളും പെറുക്കി. ഇത് ഗുരുദ്വാരയിലെ ഫുഡാട്ടോ, അതിലാണെന്ന് ആ പായസം ഞാൻ കഴിച്ചു. ഇവിടെ എല്ലാവരും ഉറങ്ങാം കേട്ടോ. ഇപ്പം രാവിലായി, ഞങ്ങൾ ഇപ്പോഴാണ് ഉറങ്ങാൻ പോണത്. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ പൊലിച്ചൊക്കെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് ക്യാമറ അലോഡല്ല അതാട്ടോ. ഗൈസ് ഓളോട് ഊരിടരുതെന്ന് പറഞ്ഞിട്ട് ഓള് ഊരിട്ട്, എന്നിട്ട് വെറുതെ വന്ന് കഴിയാൻ ചിക്കുക. വെരി ബാഡ്. ആ കുട്ടിക്ക് കെട്ടിക്കൊടുത്താണ്ട് അതിനെ കരയിപ്പിച്ചോള്. അങ്ങനെ ഗോൾഡൻ ടെമ്പിൾ മൊത്തത്തിലുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലം ജാലിയൻവാല ബാഗ് കാണാൻ പോവാ. ബ്രിട്ടീഷുകാര് വെടിവെച്ച് ഓട്ടാക്കി സ്ഥലം. ഞങ്ങളെ സേർ പഠിപ്പിച്ച പ്രകാരം ഇന്ത്യയിലെ ആൾക്കാർ കുറെ വെടി പേടിച്ചിട്ടും വെടി കൊണ്ടിട്ടും ഒരു കിണറ്റിക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. ആ കിണറാണെന്ന് തോന്നുന്നു ഈ കിണർ. അമൃത്സറി കുൽച്ച, അമൃത്സറിൽ വന്ന മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അത്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പോവാ, വാഗ ബോർഡർ. എനിക്കെന്തോ ഭയങ്കര എക്സൈറ്റ്മെന്റ് അവിടെ പോണ സമയത്ത്. അവിടെയുള്ള എല്ലാ ജനങ്ങളുടെ എനർജിന്റെ കാരണം ഇദ്ദേഹം കേട്ടോ. ഇത് പാകിസ്ഥാനാട്ടോ, പാകിസ്ഥാനികളെ അവിടെ ഉള്ളത്.
സാധാരണ അവിടെ മാർച്ച് മാത്രമേ ഉണ്ടാവില്ല, ഇന്ന് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അതത്ര പ്രോഗ്രാംസ്. ഇത്രയും വലിയ പരിപാടി ഇവിടെ നടക്കുമ്പോ ഇവിടെ ഒരാൾ കിടന്നുറങ്ങണ്. ഇന്ത്യ പാകിസ്ഥാനും പരസ്പരം ഓരോ കരുത്ത് കാണിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ ഗേറ്റ് തുറന്നിരുന്നു, എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരാൾ അങ്ങോട്ടും പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ടും അങ്ങനെ വന്നിട്ട് പരസ്പരം സല്യൂട്ടൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതില്ല. അതിനിപ്പോൾ അടുത്ത് യുദ്ധം കഴിഞ്ഞോണ്ടാണോ? ഇന്ത്യന്റെ കൊടി, ഇന്ത്യന്റെ കൊടി, പാകിസ്ഥാന്റെ കൊടി. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഓട്ടോയും ട്രെയിനൊക്കെ പിടിച്ച് കേറിട്ടാ. ഇവിടെ ഒരു കാര്യം ഉണ്ടായി, ടി പൊക്കി നമ്മള് ടിക്കറ്റ് എടുക്കാതെ കേറിയിട്ട് ടി പൊക്കി ആകെ സീനായി. ബൈക്കിൽ ഇറക്കിയിട്ട് വിശന്ന് പട്ടിയായിണ്ട്. നമ്മള് കുറെ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പൊ വേറെ ട്രെയിനൊക്കെ കിട്ടി, അതിൽ കയറി. പട്ടിന്റെ എത്തിയപ്പോ നാട്ടിലെത്തിയൊരു സമാധാനം. ഒരു ഷേക്കും കുടിച്ച് ഞാൻ കോളേജിൽ പോയി ബിരിയാണി ഇവിടെ കഴിച്ചപ്പോ രാഹത്തായി. ഇന്ന് രാത്രി ഇത് നന്നായിട്ട് കിടന്നുറങ്ങാൻ വിചാരിച്ചതാ. അപ്പൊ ഇന്ന് ഇവിടെ ജന്മാഷ്ടമിയാ, അപ്പൊ കുറച്ച് പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്തു. മെസ്സിൽ എന്ന പരിപാടി ആയതുകൊണ്ട് സ്പെഷ്യൽ ഫുഡ് ആയിരുന്നു കേട്ടോ. അതും കഴിച്ച് സുഖമായിട്ടൊരു ഉറക്കഞ്ഞി.